ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫുഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നല്ല മുട്ടക്കറിയും ദോശയായിരുന്നു കേട്ടോ. പിന്നെ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ന്യൂട്ടല്ലയും കുറച്ച് ബ്രെഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയുടെ ജോലി സ്ഥലത്ത് നിന്ന് അമ്മയുടെ ഫ്രണ്ട്സൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം നേരം അവരെല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ പോവാൻ ഇറങ്ങിയാണ് കേട്ടോ. അമ്മ അന്ന് വീട്ടിലില്ലായിരുന്നു കേട്ടോ. അമ്മയ്ക്കൊന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഒരു പ്രഗ്നൻറ്റ് ലേഡീസിനെ കാണാൻ വരുമ്പോൾ ഇതാണ് അവസ്ഥ. വരും ശരിക്കും സാധനം വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ അവർ ഒരുപാട് സംഭവമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മുന്തിരി ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇത് അമ്മ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ച് തന്നിട്ട് പോയതാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല ചൂടാണ് ഗായ്സ്. നിങ്ങൾ അവിടെയൊക്കെ ചൂടുണ്ടോ? പിന്നെ ഞാൻ AC ഒക്കെ ഇട്ട് ഈ ആൻറ്റിമാർ കൊണ്ടുവന്നൊരു സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ അവിലൊക്കെ നിറച്ചതാണ് കേട്ടോ. അവില്, എല്ല്, ശർക്കര. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അല്ല ഞാൻ അതും എടുത്ത് കുറച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് തണിമത്തനും കൂടെ ഇരുന്നതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കത്തെ ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ഇപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ അമ്മ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഉള്ളപ്പോൾ നല്ല രസമാണ് കേട്ടോ. കാരണം നല്ല വൈബാണ്. സമയം പോണതേ അറിയത്തില്ല. അപ്പോൾ അമ്മ ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്ന ടൈമിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. പിന്നെ അമ്മ വന്നുടനെ പിന്നെ അമ്മയുടെ കലാപരിപാടികൾ തുടങ്ങി. വിളക്ക് എത്തിക്കാൻ നേരായി വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടും ഒന്ന് തൂത്ത് തുടച്ച് അമ്മ പോയി കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ആൻറ്റി കുറച്ച് ചക്കയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ചെടിക്കുട്ടന്മാർ പരിപാലിക്കാൻ പോവേണം കേട്ടോ. ഇവിടുത്തെ ചെടിക്കുട്ടന്മാരെയൊക്കെ പരിപാലിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് രാവിലെയൊക്കെ ചെന്ന് അവിടെ ചെന്ന് നിൽക്കുമെങ്കിൽ അങ്ങനെയൊന്നും വലുതായിട്ട് ചെയ്യാറില്ല. അങ്ങനെ പിന്നെ വിളക്ക് എത്തിക്കാനൊക്കെ ടൈമായി. അപ്പം നിലവിളക്കൊക്കെ അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. പുറത്തിങ്ങനെ കുമിഞ്ചാനൊക്കെ നമ്മൾ പോക്കും കേട്ടോ. അങ്ങനെ പുകച്ച് അതിന് ശേഷം പിന്നെ നിലവിളക്ക് കത്തിക്കാൻ ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ലക്ഷ്മീ നാരായണ ത്രയംബകേ ഗൗരീ നാരായണി നമോ ലക്ഷ്മീ നമോസ്തുതേ സിദ്ധിബുദ്ധിപ്രദേ ദേവി മുക്തിമുക്തിപ്രദാ യോഗേ ജി യോഗ സംഭൂതേ മഹാലക്ഷ്മീ നമോ. അങ്ങനെ നിലവിളക്ക് കത്തിച്ച് അമ്മയുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ 7 മണിയാകുമ്പോൾ ഒരു ചായ ഇടലുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ചായ കുടിക്കാറില്ല, അച്ഛനും അമ്മയൊക്കെ ചായ കുടിക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ 2 സൈഡിൽ മുടി ഒന്ന് പിന്നി കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നി കെട്ടിയതിന് ശേഷം അമ്മ കുറച്ച് കണവ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ ഇങ്ങനെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു ഞാൻ കണവ വൃത്തിയാക്കി തരാം. എനിക്ക് കണവ കൊഞ്ച് ഒക്കെ വൃത്തിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം കണവ വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ കണവയെല്ലാം ഞാൻ അമ്മയ്ക്ക് വൃത്തിയാക്കി കൊടുത്തു. എന്നിട്ട് അതിലൊരു വലിയ കണവ നോക്കി ഞാൻ പറഞ്ഞു ഇതെനിക്ക് നാളെ ഒന്ന് ഫ്രൈ ചെയ്ത് തരണേ. അങ്ങനെ അതും മാറ്റി വെച്ചു. പിന്നെ കണവയ്ക്കകത്ത് കുറച്ച് മുട്ടയും കാര്യങ്ങളുണ്ട് കേട്ടോ. അതിനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. പിന്നെ അപ്പുറത്തെ ആൻറ്റി തന്ന ചക്കയൊക്കെ അമ്മ ഇങ്ങനെ അരിഞ്ഞൊക്കെ വയ്ക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് വയ്ക്കാൻ എളുപ്പമാണ്. അതുപോലെ ചോറൊക്കെ ഇങ്ങനെ കുക്കറിൽ തലേ ദിവസം നമ്മൾ കുക്കറിൽ വെച്ചേക്കും കേട്ടോ. പിന്നെ ഞാൻ ഓടിച്ചെന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം കണവയൊക്കെ ഇറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണല്ലോ. അത് മാത്രമല്ല ഇപ്പം ഞാൻ കിടക്കാറാവുമ്പോൾ ജസ്റ്റ് മേലൊക്കെ കഴുകാറുണ്ട്. കാരണം ഇവിടെ സഹിക്കാൻ വയ്യാത്ത ചൂടാണ് ഗൈസ്. എൻ്റെ പാല് റെഡിയായമ്മ. അങ്ങനെ അമ്മ എനിക്ക് പാലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ കുങ്കുമപ്പൂട്ട പാലാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ല കേട്ടോ. എന്നാലും ഞാനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് കുങ്കുമപ്പൂവൊക്കെ കുടിച്ചു. ഇത് മാത്രമല്ല ഇത് കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഫ്രൂട്ട് സലാഡും കൂടെ കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ എനിക്ക് ഫ്രൂട്ട് സലാഡും കൂടെ ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വേറെ കലാപരിപാടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി പോയി കിടന്ന് ഉറങ്ങണം. അതിന് മുമ്പേ തലമുടിയൊക്കെ ഒന്ന് ജസ്റ്റ് തുമ്പൊക്കെ മടക്കി കെട്ടിയിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.